പരിശുദ്ധമായ റമളാൻ നമുക്ക് നോമ്പ് അല്ലാഹു നിയമമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. ഒരു മാസം പട്ടിണി കിടന്ന് പകലന്തിയോളം പട്ടിണിയാണ് കിടന്നത്. രാത്രി 4 നേരം അടിച്ച് വീണ്ടും പള്ളയൊന്ന് ഫുള്ളാക്കാൻ വേണ്ടിയല്ല. പടച്ചോനോട് പക വീട്ടും പോലെയാണ് നോമ്പ് തുറന്നിട്ട് ചില ആള് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഓവർ ഭക്ഷണം കഴിക്കല്ലേ, അത് നോമ്പിന്റെ മൂല്യത്തെ തന്നെ നഷ്ടപ്പെടുത്തുമേ. പള്ള ഫുള്ളാക്കുക, തൊറയും പെറയും കഴിക്കലും അത്താഴവും മുത്താഴവും ഇടത്താഴവും എല്ലാം കൂടെ കൊണ്ട് പള്ള ഫുള്ളാക്കുക. പകല് പട്ടിണി കിടന്നതിന് മുഴുവൻ അങ്ങോട്ട് പക വീട്ടുക, അങ്ങനെ പാടില്ല. അതിനു വേണ്ടിയുള്ള ഒരു കാലമല്ല ഇത്. യഥാർത്ഥത്തിൽ റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അടിമുടി മാറ്റാനുള്ളതാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ നിയന്ത്രണങ്ങളെ പരിശീലിച്ച് പാകപ്പെടുത്താൻ. റമളാനിന് മുമ്പുള്ള നോട്ടമല്ല റമളാനും അത് കഴിഞ്ഞാലും ഒരു നിയന്ത്രണമുള്ള നോട്ടത്തിലേക്കാണ് എന്റെ ജീവിതത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ നീ മുത്തഖിയായി മാറി. റമളാന് മുമ്പ് ഞാൻ കേട്ടിരുന്നതല്ല, റമളാൻ മുതലും ശേഷവും ഞാൻ കേൾക്കുന്നത്. കേൾവിയിൽ ഞാൻ മുത്തഖിയായി മാറി. റമളാൻ കഴിഞ്ഞുള്ള എന്റെ ഇടപാടുകൾ മുഴുവനും അള്ളാഹുവിന്റെ പ്രീതിയിലായി ഞാൻ ചിട്ടപ്പെടുത്തുകയാണ്. അങ്ങനെ റമളാൻ ഒരു സ്കൂളാണ്, ഒരു മദ്രസയാണ്, ഒരു പർണശാലയാണ്, ഒരു പാഠശാലയാണ്, ഒരു സംസ്കരണ കാലമാണ്. ആ സംസ്കരണ കാലത്തിലൂടെ ഞാനും നിങ്ങളും ശരിയായ വിധത്തിൽ സംസ്കരിക്കപ്പെടുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രീതിയുള്ളവരായി നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുന്നവരായി മാറുന്നത്. ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തട്ടെ. പരിശുദ്ധമായ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ വാർഷികമായിട്ടാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ്. ആ ഖുർആൻ എന്താണെന്നറിയുമോ? വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമാക്കി നിങ്ങൾക്ക് നൽകിയ പവിത്രമായ ഖുർആൻ അവതരണത്തിന്റെ വാർഷികമാണ്. നമ്മുടെ ഖൽബ് ഖുർആനിലേക്ക് ചേരാൻ വേണ്ടിയാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം ഖുർആൻ അവതീർണമായ മാസമാണ്. നിങ്ങൾ ആ ഖുർആനിനെ ഒന്ന് ചേർത്തു പിടിക്കണേ. കണ്ണിനോട്, കാതിനോട്, ഖൽബിനോട്, ചുണ്ടിനോട്, ജീവിതത്തോട്, വ്യവഹാരങ്ങളോട്, ഇടപെടലുകളോട്, എല്ലാത്തിനോടും ഖുർആനിനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള മാസമാണ്. ഖുർആനിനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള മാസം. SSF സംസ്ഥാന കമ്മിറ്റി വർഷങ്ങളായി തർത്തീൽ എന്ന പേരിൽ യൂണിറ്റ് മുതൽ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ പാരായണത്തിന്റെ മത്സരം ഉത്സാഹമുണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ വർഷം മുതൽ ദേശീയ തലത്തിലും അങ്ങനെ ഒരു തർത്തീൽ റമളാൻ മാസത്തിൽ നടക്കുന്നു. കേരളത്തിൽ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ പ്രവാസി ഘടകങ്ങൾ RSCയുടെ കീഴിൽ 6 രാജ്യത്തും ഇപ്പോൾ അതിന് പുറമേയുള്ള രാജ്യങ്ങളിലും തർത്തീൽ നടക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഖുർആനിനോട് ഉത്സാഹവും താല്പര്യവും ഉണ്ടാക്കാൻ ഖുർആൻ മനഃപ്പാടമാക്കിയവൾക്കുള്ള കോമ്പറ്റീഷൻ, പാരായണ മത്സരം, ഇത് രണ്ടും നടന്നു വരുന്നു. വലിയവരായ ആളുകൾ ഖുർആൻ പാരായണം കൂടുതൽ നടത്തണം. ഖുർആനിന്റെ ആശയങ്ങളെ ആലോചിക്കണം. ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്ന പള്ളിയാണ് എന്നെനിക്കറിയാം. ഇവിടെ നടക്കുന്ന നമ്മുടെ ഖുർആൻ ക്ലാസിനെ നമ്മൾ കൂടുതൽ സജീവമാക്കണം, പ്രയോജനപ്പെടുത്തണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആശയതലങ്ങളെ അറിയണം. ഈ ലോകത്ത് ഏറ്റവും വലിയ ഓഫർ വെച്ചിട്ടുള്ള ഗ്രന്ഥമേതാണ്? അത് ഖുർആനാണ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഓഫർ എവിടെയുണ്ട്? ഖുർആനിലുണ്ട്.
ആ ഓഫർ ഒന്ന് നോക്കാൻ നമുക്ക് നേരമില്ല. മെഗാ ഓഫറിന്റെ നോട്ടീസൊക്കെ വായിച്ചു, കടയിൽ പോയി ഷോപ്പിംഗ് നടത്തിയൊക്കെ ചെയ്തു. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഓഫർ ഇതായിരിക്കുന്നു. ഖുർആനിലുണ്ട്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഓഫർ, നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധമായ ഖുർആനിന്റെ ഉള്ളിലുണ്ട്. അതറിയാൻ നമുക്ക് നേരമില്ല. പ്രിയമുള്ളവരെ, ലോകത്ത് നമ്മൾ മുസ്ലിങ്ങൾ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും വലിയ അഭിമാനം നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിലും 3 പ്രാവശ്യമെങ്കിലും ഖത്മാകാതെ ഒരു വർഷവും ഒരു വിശ്വാസിയും കടന്നു പോകരുത്. പരിശുദ്ധമായ റമളാൻ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഖത്മാകാതെ ഈ റമളാൻ കടന്നു പോകരുത്. 3ഉം 4ഉം 10ഉമൊക്കെ പ്രാവശ്യം ഖത്മാക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇമാമുന ശാഫഈ തങ്ങളും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും ദിവസേന 2 പ്രാവശ്യം ഖുർആൻ ഖത്മാക്കിയിരുന്നവരാണ്. റമളാനായാൽ അവര് ഖുർആനിനോട് ലയിച്ചു ചേർന്നു. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാട്ടിൽ സമീപകാലത്ത് വഫാത്തായി പോയ, കുറഞ്ഞ വർഷങ്ങളെ ആയിട്ടുള്ളൂ, താജുൽ ഉലമയും അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാരുമെല്ലാം ആ ഭാഗത്തേക്ക് വരുമ്പോൾ സന്ദർശിച്ച് ബറക്കത്തെടുത്തിരുന്ന ഉമൈനല്ലൂർ പാപ്പ എന്നറിയപ്പെടുന്ന ഉമൈനല്ലൂർ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ അൽ അംഫാസി അൽ ഖാദിരി എന്നവർ ഓരോ റമളാനിലും 20ലേറെ പ്രാവശ്യം ഖത്മാക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ. 90കളിലാണ് അവിടുന്ന് വഫാത്താകുന്നത്. പ്രിയമുള്ളവരെ, മഹാനവറുകൾ കിടന്നുകൊണ്ട് മാറിടത്തിൽ മുസ്ഹഫ് വെച്ച് ഖുർആൻ ഓതുന്നത് എനിക്ക് തന്നെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റമളാനിന്റെ പകൽ വേറെ വർത്തമാനങ്ങൾക്കൊന്നും നേരമില്ല. അവരുടെ സമയം മുഴുവനും അല്ലാഹുവിന്റെ കലാമിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിൽ ഉമൈനല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് മഹാനവറുകൾ വിശ്രമിക്കുന്നത്. നിരന്തരമായി ഖുർആൻ ഓതും. റമളാനിന്റെ പകല് വിസിറ്റേഴ്സ് ചെല്ലുമ്പോൾ അവർക്ക് പ്രയാസമാണ്, ഓത്ത് മുടങ്ങിപ്പോകും. അതുകൊണ്ട് അവിടുന്ന് ഓരോ ശ്വാസങ്ങളും ദിക്റായിരുന്ന മഹാനായിരുന്നു. അതുകൊണ്ടാണ് അൽ അംഫാസി എന്നറിയപ്പെടുന്നത്. ഓരോ ശ്വാസോച്ഛ്വാസവും ദിക്റായി മാറിയിരുന്ന മഹാനാണ്. പ്രായമേറിയ കാലത്ത് ദൂരത്തുള്ള പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാനും ജുമയിൽ നിസ്കരിക്കാനും കഴിയാത്തതുകൊണ്ട് വീടിന്റെ മുറ്റത്ത് പള്ളിയുണ്ടാക്കി. അവിടെ ഹനഫി മദ്ഹബിൽ ജുമുഅ ഖായിമാക്കി. അവസാനം വരെ ലാഹിർ ശരീഅത്തിനെ പൂർണ്ണമായും പരിപാലിച്ചിരുന്ന വലിയൊരു മഹാനാണ് അവിടെ. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ഇ.കെ. മുഹമ്മദ് ദാരിമി ഉസ്താദ് അവർകൾ അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, അവരൊക്കെ നിരന്തരമായി ഉമൈനല്ലൂർ പാപ്പയുടെ അടുക്കൽ വരികയും ബർക്കത്ത് സ്വീകരിക്കുകയും നസീഹത്തുകൾ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. സുൽത്താനുൽ ഉലമ പല പ്രാവശ്യം മഹാനവറുകളെ സന്ദർശിച്ച് ബർക്കത്തെടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ജീവിതക്രമം ഞാൻ പഴയ കാലത്തൊരു സംഭവവും സമീപകാലത്തെ ഒരു കാര്യവും പറഞ്ഞതാണ്. അങ്ങനെ ഖുർആനുമായി നിരന്തരമായി വ്യാപൃതരായിരുന്ന ആളുകൾ കഴിഞ്ഞുപോയി. നമുക്കിന്ന് ലഭ്യമാകുന്ന സമയം എത്രയോ നമ്മൾ വെറുതെ കളയുകയാണ്. വരുന്ന എല്ലാ വാട്സപ്പ് സന്ദേശങ്ങളും നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതം പൂർത്തിയാവൂല. എല്ലാ വാട്സപ്പ് മെസ്സേജ് നോക്കിയാലേ ആവൂ എന്ന് വിചാരിച്ചാൽ ഒരു ദിവസം അതിന് തികയോ? എല്ലാ വീഡിയോസും കണ്ടേ തീരുമെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് കണ്ടോ ഇത് കണ്ടോ അതുകൊണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ അതുകൊണ്ടോ എല്ലാം കൂടി കാണാനിരുന്നാൽ ഇവിടെ മനുഷ്യന്മാർക്ക് ആയുസുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ പ്രയോറിറ്റി നിശ്ചയിക്കാൻ കഴിയണം. ഞാൻ എന്തു കാണണം എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാവണം, ഒരു തമ്മീസ് വേണം. എല്ലാ വീഡിയോ, എല്ലാ പരിപാടി, എല്ലാ ക്ലിപ്പും, എല്ലാ മറുപടിയും അത് കേൾക്കാനുള്ളവരല്ല നമ്മള്.
നമുക്ക് വേണ്ടത് നമ്മുടെ ആഖിറത്തിന് ഉപകരിക്കുന്നത്, നമുക്ക് ആഖിറം നഷ്ടപ്പെടാത്തത്, കാണേണ്ടത് മാത്രം കാണാനുള്ള വിവേകം നമുക്കുണ്ടാവണം. നമുക്ക് ആത്മസല്ലാപം നടത്താനുള്ള ഏറ്റവും വലിയ സ്വത്ത് അത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിന്റെ പാരായണം പഠിക്കണം, ഖുർആനിന്റെ ആശയം അറിയണം. ഖുർആനിന്റെ ആശയത്തിൽ ആലോചിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിന് എന്തൊരു മധുരമാണ്. ഇമാം അദാം മിഹ്റാബിൽ നിന്നുകൊണ്ട് പാരായണം ചെയ്യുന്ന ആയത്തിന്റെ ആശയം നമ്മളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിക്കുള്ള ആനന്ദം എത്രയാണ്, മധുരം എത്രയാണ്. ആ മധുരമൊന്ന്